ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനിത് 2025 ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ മുഖമായിട്ട് വരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, എൻ്റെ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ സലൂൺ തപ്പി കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ആക്ച്വലി ഹി ആൻഡ് ഷീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി സലൂണാണ്. നവി മുംബൈ ഉൽവേൽ സെക്ടർ 15 സലൂണാണ്. നമ്മൾ കുറേ സലൂണിൽ കയറി ഇറങ്ങി റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ലാസ്റ്റ് നമുക്ക് കണ്ടിഷ്ടമായത് ഈ ഒരു സലൂണായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട്. നമുക്കതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ഫീൽ ഗുഡ് എൻവയോൺമെൻറ്റ് കാണാൻ പറ്റും. ലൈക്ക് ഒരു എസ്തറ്റിക് ടച്ചുള്ളൊരു ഇൻറ്റീരിയറാണ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പൂനോട് പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ മുടി വെട്ടിയാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ കയറി. ആക്ച്വലി അവിടെ ഹെയർ കട്ടിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് 450 ആണ്. ഈ 450 ആണ് എല്ലാ ഹെയർ കട്ടിനും. ഐ മീൻ യു കട്ടാണേലും ലെയർ കട്ടാണേലും ഏത് ടൈപ്പ് ഹെയർ കട്ട് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും 450 ആണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ അവർ എന്തൊക്കെയാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ്, ഹെയർ കട്ട് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൽ കൂടുതലൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഹെയർ നമുക്ക് സെറ്റ് ചെയ്ത് തരും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കാത്ത പൈസയാണ് ഈ ഒരു റേഞ്ചിൽ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു 600-ന് മേലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെ ഫസ്റ്റ് നമ്മൾ അവിടെ കയറിയപ്പോൾ തന്നെ അവർ ഹെയറൊക്കെ നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്ത് തന്നു. അതിനുശേഷം ഹെയറൊക്കെ നന്നായിട്ട് ഒരു ടവൽ വെച്ചിട്ട് അവർ വെള്ളമൊക്കെ കൂടുതലുള്ള എക്സസ് വാട്ടറൊക്കെ ടവലിൻ്റെ അകത്ത് അവർ ഒപ്പിയെടുത്തതിന് ശേഷം ഹെയർ കട്ട് ചെയ്യണം. നനഞ്ഞ മുടിയിലാണല്ലോ ഹെയർ കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവർ നല്ലോണം കോംബ് ചെയ്തതിന് ശേഷം ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഓൾറെഡി ഹെയർ കട്ടിൻ്റെ പിക്സൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ എന്താ പറയുക, ഷോർട്ട് ഹെയറാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം. ബിക്കോസ് വേറെ ഒന്നുമല്ല, എനിക്ക് മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഒട്ടും അറിയത്തില്ല. നന്നായിട്ട് ഓയിലൊക്കെ ചെയ്ത് കോംബ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർക്കാണ് ഒരുപാട് മുടിയുള്ളതുകൊണ്ട് കാര്യമുള്ളൂ. എനിക്കിതിനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എനിക്ക് ഹെയർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ യൂഷ്വലി ഹെയർ ഇടയ്ക്കിടയ്ക്ക് വെട്ടുന്ന കൂട്ടത്തിലാണ്. കട്ടുന്ന കൂട്ടത്തിലെന്ന് പറയാൻ വന്നതാണ്. സോ ഞാൻ ഹെയർ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിലുള്ള സമയത്ത് ടോണി ആൻഡ് ഗെയിലായിരുന്നു ലാസ്റ്റ് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവരുടെ ഇൻറ്റീരിയറിന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അടിപൊളിയാണ്. ഇൻറ്റീരിയർ മാത്രമല്ല, ഇവരുടെ സർവീസും ഭയങ്കര അടിപൊളിയാണ്. ബിക്കോസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ നമ്മളെ അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. നല്ല കിടിലൻ സർവീസാണ്. ആൻഡ് അവിടെ വേറെ 2 ലേഡീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം സെക്ഷൻ ക്ലിപ്പിട്ട് വെച്ചിട്ട് വകഞ്ഞ് മാറ്റുകയാണ് മുടി. ആൻഡ് ഇതിനി അവർ ഹെയർ സ്ട്രെയിറ്റ്നറാന്ന് തോന്നുന്നു, അത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് തരും. ഇനി വേറെ കാര്യമായിട്ട് കലാപരിപാടിയൊന്നുമില്ല. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാം. സോ അതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോ ആണിത്. ആക്ച്വലി ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് അത്ര ലെങ്ത്ത് ഉണ്ടായിരുന്നു എൻ്റെ മുടിക്ക്. അപ്പോൾ ഒന്ന് നീണ്ടു വന്നപ്പോഴത്തേനും ഞാൻ പിന്നെയും വെട്ടി. എന്താ വെച്ചാൽ റൂമിൽ മൊത്തം മുടിയാണ്. സോ അങ്ങനെ ഞാൻ ദേഷ്യം വന്നിട്ട് വെട്ടാമെന്ന് കരുതിയതാണ്. പിന്നെ മുടിക്കാണെങ്കിൽ ഉള്ളുമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കുക എന്നുള്ളതാണല്ലോ. മുടിയൊക്കെ വെട്ടുന്നതിന് നമുക്ക് വേറെ ആരോടും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ മുടിയല്ലേ, നമുക്കത് എങ്ങനെ വേണേലും വെട്ടാലോ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചേട്ടൻ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ കയറിയപ്പോൾ തന്നെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എനിക്ക് ഫ്രിഞ്ചസ് വേണമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ നിനക്ക് ഫ്രിഞ്ചസ് നിൻ്റെ ഫേസിന് ചേരില്ല. ബിക്കോസ് എൻ്റെ ചെറിയ ഫോർഹെഡ് ആണല്ലോ. അപ്പോൾ ചെറിയ ഫോർഹെഡുള്ള ആൾക്കാർക്ക് ഫ്രിഞ്ചസ് യൂഷ്വലി ചേരില്ല. വലിയ നെറ്റുള്ള ആൾക്കാർക്കൊക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മമിത ബിജു, മഞ്ജു ചേച്ചി, ഇവരൊക്കെ ഫ്രിഞ്ചസ് ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല ഭംഗിയാണ്. കാര്യം ഒരുപാട് നെറ്റുള്ള ആൾക്കാർക്കാണ് ഫ്രിഞ്ചസ് ഇട്ടാൽ ചേരുക. എന്ന് വെച്ചിട്ട് നമുക്ക് ആഗ്രഹമുള്ള ആൾക്കാർ ചെയ്യാണ്ടിരിക്കുകയൊന്നും വേണ്ട. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് ഫ്രിഞ്ചസ് ചെയ്ത് തന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട്, അത് കുറച്ച് കട്ടിക്ക് അവർ ഫ്രിഞ്ചസ് കട്ട് ചെയ്തു. അതുകൊണ്ട് ചെറിയൊരു അഭംഗി പോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല. ബിക്കോസ് എനിക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ഞാൻ ചെയ്യും. ഇൻ ദ സെൻസ് അത് ആരെയും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പം എൻ്റെ മുടി വെട്ടുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടോ വിഷമോ സങ്കടമൊന്നും വരാൻ പോകുന്നില്ല. മോറോവർ എനിക്കിത് ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് എൻ്റെ മുടി കട്ട് ചെയ്യുക എന്നുള്ളത്. എൻ്റെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മുടി വെട്ടുന്നതിലൂടെ എനിക്ക് അത് മാറിക്കിട്ടാറുണ്ട്. സോ അങ്ങനെ ഞാൻ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് ലുക്ക് എങ്ങനെയാവുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ബട്ട് എനിക്കിഷ്ടമായി. കാര്യം പല ആൾക്കാരും പല രീതിയിലും കളിയാക്കെങ്കിലും പല ആൾക്കാർക്ക് ഇഷ്ടമായില്ല എങ്കിലും ഞാനതൊന്നും മൈൻഡ് ചെയ്യാറ് പോലുമില്ല. സീരിയസ്ലി പറയണം, പണ്ടാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവർക്ക് ഇഷ്ടമായില്ല എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഇതിപ്പോൾ ഞാൻ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പു എന്നെ ബാക്കിൽ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാകും ചിലപ്പം. അപ്പോൾ അവൻ്റെ ചിരി കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്, അല്ലാണ്ട് എൻ്റെ മുടി വെട്ടി കോളായിട്ട് ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായി. അവൻ ചിരിക്കുന്നതിനെ കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ ഫ്രിഞ്ചസ് കുറച്ച് കൂടി, അത്ര മാത്രമേ ഉള്ളൂ. അതെനിക്ക് പ്രശ്നമായിട്ട് എനിക്ക് തോന്നില്ല. കാര്യം ഇതൊക്കെ എന്ത്, ലാസ്റ്റ് ഞാൻ അവരുടെ ഒരു സർവീസിൻ്റെ ഒരു ബ്രോഷറിൻ്റെ കാർഡും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.